പ്രേമയ്ക്ക് എന്ത് തോന്നി? ഇതൊരു നല്ല രീതിയാണോ? അന്വേഷിക്കേണ്ടതൊക്കെ ശരിയാണ്. പോണെങ്കിൽ ഇവൻ തന്നെ ഇപ്പൊ ആരെങ്കിലും കൂട്ടുകാരനെയൊക്കെ കൂട്ടിയിട്ട് പോകേണ്ടതായിരുന്നു. പിന്നെ അമ്മ വയസ്സായതായിരുന്നു. അല്ല, അമ്മയില്ല. അപ്പൊ നിങ്ങളും ചേച്ചിമാരും ഒക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ ആണുങ്ങളില്ലാത്തൊരു വീടാണെങ്കിൽ പെണ്ണുങ്ങൾ പോട്ടെ. പിന്നെ വീട്ടിന്റെ ബുദ്ധിമുട്ടും പ്രേമയുടെ ഭർത്താവുണ്ട്, ബാക്കി അവരെല്ലാരും ഇല്ലേ? ആണുങ്ങളൊക്കെ ഇല്ലേ? ഒരു പ്രാവശ്യം ഒരു 3-4 പേര് പോയിട്ട് എന്താണ് കാര്യങ്ങളെന്നൊന്ന് അന്വേഷിച്ചു. അപ്പൊ ആ നാട്ടുകാർക്കും അവരുടെ ബന്ധുക്കൾക്കും എന്താ ഒരു ഉത്തരവാദിത്തമായിട്ട് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു എന്നൊരു തോന്നലുണ്ടാവാൻ ഒരു പ്രാവശ്യം പോലും നിങ്ങൾ അത് ശരിയാണ്. വീട്ടില് പറഞ്ഞാ ഇപ്പൊ അമ്മയമ്മ പണിക്ക് പോണതൊക്കെ തന്നെയാണ്. അച്ഛനും ചില സമയത്ത് പോകും, അല്ലെങ്കിൽ വയ്യാണ്ടി അങ്ങനെ ഇരിക്കും. പിന്നെ പോണ സമയത്ത് അവൻ നേരെ ഫോണും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഞമ്മ പോയി അച്ഛനമ്മന്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ നമ്മള് ഫോണൊക്കെ ഒന്നും വരാത്ത കാലത്തൊക്കെ നമ്മൾ ജീവിതം നടത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ഫോണിനെ പറ്റിയേ നമ്മൾ ചിന്തിക്കണ്ട. എങ്കിലും ഭർത്താവ് നേരിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പെങ്ങന്മാരെയൊക്കെ ആ പരിസരത്ത് കെട്ടിച്ചവരുണ്ട്. തൃശ്ശൂർ ഒരാളുണ്ടെന്ന് പറയുന്നത്, അവരെ വിളിച്ചിട്ട് ഞങ്ങൾ വരികയാണ്, ഞങ്ങൾക്ക് കാണണം, ഇതിന്റെ വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞ് അതിന്റെ അവിടെ ഉള്ളവര് എല്ലാ സ്ഥലത്തും ഒരു മധ്യസ്ഥന്മാര് കാണുമല്ലോ. അവിടെ പോയിട്ട് ഇത് എന്താണെന്നൊരു വസ്തുത അറിയാൻ ഒരു ശ്രമം നടത്തിയില്ലല്ലോ. നിങ്ങളൊക്കെ നടത്താത്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. അവിടെ പോവാത്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. ആ നാട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ ദൂരെയാണ് അയച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് പോകാൻ വയ്യ. അപ്പൊ നമ്മൾ ഈ കേരളത്തിൽ കിടക്കുന്നത്, ഇവിടെ പാലക്കാട് കിടക്കുന്നത്, അവിടെ ഇടുക്കി കിടക്കുന്നു, അവിടെ ഒന്നും നിങ്ങൾ പോയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ ഇളയ കുട്ടി, ഈ കുട്ടിയുടെ ഒരു ഭാവിക്ക് എന്താവും എന്നുള്ള ഒരു ആശങ്ക നിങ്ങൾക്ക് ഉണ്ടായിട്ടേ ഇല്ല. അതാണ് നിങ്ങളുടെ ഭാഗത്ത്, നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ വീഴ്ച എന്ന് പറയുന്നത് എപ്പോഴായാലും. അപ്പം ഈ കുട്ടി ആ വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ നിലയ്ക്ക് വെച്ചാൽ നിങ്ങളുടെ കൂടുതലും അയാൾ ഒരാളെ ഉള്ളൂ, ആങ്ങള. നിങ്ങളെല്ലാം പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെയാണ് മേഡം എല്ലാവരും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരല്ലേ. ഇനിയിപ്പോ ഇരിക്കുന്ന കൊച്ചിനെയും കൊണ്ട് ഇവിടെ കഷ്ടപ്പെട്ടോട്ടെ എന്നുള്ളത് അല്ല. 3-4 പേരിനെയും കൂടി കൂട്ടിയിട്ട് പോകണമെങ്കിൽ ഒരുപാട് പൈസക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടല്ല, നീയൊന്നും പോണ്ട എന്നുള്ള ഉദ്ദേശത്തില് ഉണ്ടായിരുന്നു. അവനെ രൂപമില്ല എന്ന് വിട്ടിട്ട് ഒരു പ്രാവശ്യം പോയിട്ട് വരുന്നതിന്റെ ഒരു പൈസയുടെ ബുദ്ധിമുട്ടിനെ വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഒരു പെണ്ണിന്റെ അതിന്റെ ഭാവി, അതിന്റെ കുടുംബജീവിതമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസവും പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ കുറെ നേരം വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറെ പ്രശ്നമൊക്കെ മാറും. ഇത് ഇപ്പൊ അവളുടെ ചെലവ് അവൾ എങ്ങനെയാ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവളുടെ കൊച്ചിന്റെ ചെലവ് എങ്ങനെയാ നടത്തുന്നത്? ഞങ്ങൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസയായിട്ട് നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നു? കൊച്ചിനെയൊക്കെ നോക്കുന്നേ, അവളി നോക്കുന്നേ, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പൈസ അങ്ങനെ ഈ ആഹാരവും കൊച്ചിന് ഇത് നാളെ അതിന് വലിയ വലിയ ചെലവുകൾ വരിക. കൊച്ചിനെ സ്കൂളിൽ ചേർക്കണം, മറ്റു പല കാര്യങ്ങളും, അതൊക്കെ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവോ? നിങ്ങൾ ഒരു പ്രാവശ്യം പോയി എല്ലാവരെയും വിളിച്ചു കൂട്ടി കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള, അതുകൊണ്ടാണ് അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞത്. അവൾ ഇറങ്ങിപ്പോയി അവളുടെ ഇഷ്ടത്തിന്. അവൾ വേണമെങ്കിൽ വരട്ടെ. ഭർത്താവ് വന്ന് നോക്കിയില്ല, പിന്നെ കുഞ്ഞിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്നല്ലാതെ ആ കുടുംബത്തിന് വേറെ യാതൊരു ബുദ്ധിമുട്ടും കുട്ടി അനുഭവിച്ചിട്ടില്ല. അമ്മ പോരാ എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ അച്ഛൻ ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞോ, നാത്തുമാരൊന്നും വഴക്കുണ്ടാക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അവരൊരു നല്ല കുടുംബക്കാരല്ലേ. ഞങ്ങളിപ്പോ കുറ്റമൊന്നും പറഞ്ഞൊന്നുമില്ല. മാത്രമേ ഉള്ളൂ. ഇയാളുടെ ദോഷം എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടുകാരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് അല്ലേ? നാളെ നിങ്ങൾക്കൊക്കെ കുടുംബമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കുടുംബമുണ്ട്. അപ്പൊ അത് ഇനി അയാളുടെ കാര്യങ്ങള് സനീഷിന്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുമ്പോഴേ ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഇവർ കൂടുതൽ കാര്യങ്ങളും അവൾക്കുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചേച്ചിമാരോടാണ് പറയാറ്. എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ചെറിയ കാര്യങ്ങളെ എനിക്ക് അറിയാറുള്ളൂ. കുറച്ച് കാര്യങ്ങളെ കൃഷ്ണകുമാർ കുടുംബമുള്ളവരാണ്. അവര് നല്ല രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും സങ്കീർണമാകും തോന്നുന്നില്ല. ആ രീതിയിൽ ചെയ്തിട്ടില്ല അവര്. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാര്യങ്ങൾ കറക്റ്റ് വ്യക്തമല്ല. എനിക്ക് വ്യക്തമല്ല കറക്റ്റായിട്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ചേച്ചിമാരോടായിട്ടാണ് അവർ ബന്ധപ്പെടാറ്. അത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഉപദേശം, അവരുടെ കാര്യങ്ങളും ഒന്നും അതിന്റെ കറക്റ്റായ രീതിയിലായിട്ടില്ല. അവർ കുറച്ചുകൂടെ കാര്യഗൗരവമുള്ളവരാണ്. അയ്യോ എൻ്റെ അനിയത്തി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, നാളെ കുഞ്ഞിന്റെ ഭാവി എന്താണെന്നൊക്കെ ചിന്തിച്ചിരുന്നുണ്ടെങ്കിൽ കടമോ കാര്യങ്ങളോ വാങ്ങിച്ചോ എന്തെങ്കിലും വിറ്റ് പറയ്ക്കോ എല്ലാവർക്കും കൂടെ പോവാം, അതിന്റെ കാര്യം അന്വേഷിക്കാമെന്ന് ചിന്തിച്ചേനെ. പിന്നെ ഈ വഴക്ക് എന്ന് പറയുന്നത് പോലും നമുക്കിപ്പോ ഒരു താലിമാല ചോദിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു കമ്മല് വാങ്ങിച്ചോണ്ട് പോയതിന്റെ കാര്യങ്ങളൊക്കെയാണ് അതുവരെ ഒന്നും പറഞ്ഞിട്ട്. അത് വീട്ടിൽ ഒറ്റയ്ക്ക് കയറി വന്നപ്പോ ചോദിക്കണമായിരുന്നു എന്താ കാര്യം, ഏതാണ്, പോയി അന്വേഷിക്കുക, കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്യണമായിരുന്നു. നമുക്കൊരാള് പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത സ്വർണം ആയിക്കോട്ടെ, അയാളുടെ മുതലായിക്കോട്ടെ, അവരൊന്നിച്ച് ജീവിക്കുമ്പോഴുള്ള കടവും കാര്യങ്ങളും ഒക്കെ ഒരുമിച്ച് തീർക്കേണ്ടതാണ്.
അതിനൊന്നും ഞമ്മക്ക് കുറ്റമില്ലല്ലോ. അതൊരു ഇഷ്യൂ ആക്കിയിട്ട് നമുക്ക് ഒരാളിനെ ഒന്നും പറയാൻ സ്വർണം പോയി അല്ലെങ്കിൽ അതിനൊന്നും ഒന്നും പറയാൻ പറ്റില്ല. ഒരാൾക്ക് വയ്യാതായി പോയി, ആശുപത്രി ചെലവിനായി പോയി, നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? അല്ല പ്രേമ, ഇത് എത്ര നാൾ ഇങ്ങനെ നിർത്താന്നാണ് പ്രേമയുടെ ഉദ്ദേശം? ഇനിയിപ്പോ അവളെ തന്നെ തീരുമാനിക്കണം. അവന്റെ സ്വഭാവം അവൾക്കല്ലേ മനസ്സിലായിട്ടുള്ളൂ. 2-3 വർഷമായിട്ട് ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് ഇവള് പറയുന്നു. ഇനിയിപ്പോ അല്ല, നിങ്ങളിപ്പോ ഈ നിർത്തിയപ്പോ തന്നെ വന്ന 1 മാസമോ 2 മാസമോ കഴിഞ്ഞപ്പോ തന്നെ ഒരു തീരുമാനമാക്കാൻ ആ കുട്ടിയെ പ്രേരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല? അല്ല, പറഞ്ഞാണ്, എൻ്റെ അടുത്ത് പറഞ്ഞാണ്, നീ കുടുംബ കോടതിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കും, നീ എന്തെങ്കിലും ഉടനെ തന്നെ കേസ് കൊടുക്കുന്നതും പരാതി കൊടുക്കുന്നതും അല്ല മേഡം, അങ്ങനെയല്ല മേഡം. നമ്മൾ അവരുടെ അടുത്ത് ഫോൺ ചെയ്തിട്ട് പറയുകയോ മറ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ വരില്ല, ഇങ്ങോട്ട് വരുകയോ ഒന്നും ചെയ്യില്ല. നീ നിന്റെ കാര്യം നോക്കുന്ന പറയുള്ളൂ. ഗിരിജയുടെ ഭർത്താവ് സനീഷിനെ വിളിക്കാം. ഇപ്പൊ സനീഷ് തിരുപ്പൂരാണ് വർക്ക് ചെയ്തത്? അവിടെ തന്നെ ഗിരിജയും സനീഷോട് ഒരുമിച്ച് വർക്ക് ചെയ്ത ആ സ്ഥലത്ത് തന്നെയാണോ? അതെ. സെയിം അതേ സ്ഥലത്ത്? അതല്ല, അവിടെ കുറച്ചും കൂടി മാറി. കുറച്ചും കൂടി ഒരുപാടുണ്ടല്ലോ അവിടെ ഗാർമെന്റ്സ് അല്ലേ? ഇടയ്ക്ക് കുറെ ടെക്സ്റ്റൈൽസ് ഒക്കെ കുറെ ഡല്ലായിരുന്നു. അപ്പൊ ഞാൻ ദീപാവലി സമയത്ത് നാട്ടിലേക്ക് സെറ്റിൽ ആകാൻ വേണ്ടി പോകുന്നു. തീർത്ത് റൂമൊക്കെ കാലി ചെയ്തിട്ട് എടുത്തിട്ട് പോകുന്നു. എല്ലാം എടുത്തിട്ട് പോകുന്നു. അതെ. എവിടെ? ഇടുക്കി വീട്ടിലേക്ക് പോകുന്നു. അച്ഛന് സുഖമില്ല. അപ്പൊ അച്ഛന് 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അച്ഛന് അപ്പൊ എപ്പോഴും അടുത്ത ആള് വേണം. അതുകൊണ്ട് അങ്ങനെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചു. അങ്ങനെ വീട്ടിൽ സെറ്റിൽ ആയി. വീട്ടിൽ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ? അമ്മ പണിക്കെല്ലാം പോകുന്നുണ്ടോ? അമ്മ പണിക്ക് പോകുന്നു, എസ്റ്റേറ്റിൽ പണിക്ക് പോകും. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ആള് വേണ്ടിയതുകൊണ്ട് അമ്മയ്ക്ക് പണിക്ക് ശരിക്കും പോകാൻ പറ്റില്ല. പിന്നെ പെങ്ങളൊരു പ്രസവം കഴിഞ്ഞ് കിടക്കാണ്. അപ്പൊ അവിടെ ആള് വേണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ. പിന്നെ സഞ്ജയോ ആരാ പയ്യൻ? സഞ്ജയ് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. കൂട്ടുകാരനാണ്. ആ പയ്യൻ ഇപ്പൊ എവിടെയുണ്ട്? ആളവിടെ തന്നെ. ആളൊരു വർഷം ഒരു പാസ്റ്ററിന്റെ കൂടെ ഒരു ചർച്ചില് പാസ്റ്ററുടെ കൂടെ പോയി അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അവരുടെ കൂടെ സെറ്റിൽ ആയിരിക്കുകയാണ്. ഗിരിജയെ കണ്ടിട്ട് എത്ര നാളായി? ഗിരിജനെ കണ്ടിട്ട് ഇപ്പോൾ 1 വർഷത്തിന് കഴിഞ്ഞു. 1 വർഷത്തിന് കഴിഞ്ഞു. 1 വർഷത്തിന് മുമ്പ് എവിടെ വെച്ചാ കണ്ടേ? ഞങ്ങൾ ഒരു പാലക്കാട് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിട്ടു. എല്ലാം ശരിയാക്കി സംസാരിച്ച് റൂമൊക്കെ എടുത്ത് തിരുപ്പൂർ റൂമെടുത്ത് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞ പ്ലാനൊക്കെ ഇട്ടു. റൂമൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ പോയി വിളിച്ചു കഴിഞ്ഞപ്പം അവരവിടെ പറഞ്ഞു കേട്ടോ 10 ദിവസം റൂമൊക്കെ എടുത്ത് കഴിഞ്ഞ് 10 ദിവസം മുമ്പ് പോയി വിളിച്ചിട്ട് നിന്റെ വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മേനെ കൂടെ 10 ദിവസം നിർത്ത്. അത് കഴിഞ്ഞ് നീ അങ്ങോട്ട് തിരുപ്പൂർ കുളിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് കുട്ടിക്കുള്ള ഡ്രസ്സ് ഗിരിജക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇടുക്കിയിലേക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കിനെ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പോയതാണ് ഞാൻ അവിടെ നിന്ന്. പിന്നെ എന്തിനാ അപ്പം വീണ്ടും അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് പിന്നെ അവിടെ നിങ്ങോട്ട്? അവിടെ കുട്ടീൻ്റെ 10 ദിവസം കുട്ടീനെ കാണണം. ഇപ്പോൾ ഒരു അച്ഛനും കണ്ടിട്ട് കുറേ ആയി. അപ്പോൾ അച്ഛനെ കാണണം, വന്ന് കാണാനുള്ള വഴിയില്ലല്ലോ, ദൂരെ ആയതുകൊണ്ട്. കുഞ്ഞിനെ അച്ഛനും അമ്മയും ഒന്ന് കാണാൻ നിർത്തുകയൊക്കെ വേണമല്ലോ. ഞാൻ പറഞ്ഞു ബ്ലൗസൊക്കെ തെച്ച് വയ്ക്കുക, അടുത്ത ഞായറാഴ്ച വരാൻ നമുക്ക് വീട്ടിൽ പോകണമെന്നും പുള്ളിക്കാരി സമ്മതിച്ചില്ല. അങ്ങനെ അന്ന് പോയി. പിന്നെ യാതൊരു ബന്ധമൊന്നും ഇല്ലായിരുന്നു. അത് പറഞ്ഞില്ലല്ലോ ഗിരിജ? ഇല്ല മേഡം. എന്താ പറയുക, വന്ന് വിളിച്ചത് ഞാൻ പോയേനെ, വീട്ടിലേക്ക് പോയേനെ. പക്ഷെ ഇദ്ദേഹം ഞാൻ പറഞ്ഞില്ല, കോണ്ടാക്റ്റേ ഇല്ല. എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മൾ നിർബന്ധിച്ച് ഇവരുടെ ചിറ്റപ്പനെ വിളിച്ച് പറഞ്ഞ് അവര് അങ്ങോട്ട് വിളിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഒന്ന് വിളിച്ച് എന്നെ ചീത്ത പറയാൻ വേണ്ടി വിളിക്കുള്ളൂ. നീ എന്തിനാ അവിടെ വന്ന് വിളിച്ച കാര്യം ഗിരിജ പറഞ്ഞില്ലല്ലോ. സോറി മാം, മറന്നായിരിക്കാം. മാഡം 2 ആഴ്ച പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് 2ാമത്തെ ആഴ്ച ഞാൻ പോകുന്നത്. ഇവരെ വീട്ടിൽ ചെന്ന് അതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ്. അത് കഴിഞ്ഞ് 2ാമത്തെ പ്രാവശ്യം ചെന്ന് വിളിക്കുന്നു. 2 ആഴ്ച ആയിട്ടുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് പ്രശ്നം കഴിഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. അതിന് തിരുപ്പൂർ പോയി. അതിന് 2ാമത്തെ ആഴ്ച റൂമൊക്കെ എടുത്തിട്ട് പോയി വിളിക്കാൻ പറഞ്ഞ റൂമൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ട് വിളിക്കാൻ ചെന്നപ്പോഴാണ് പറഞ്ഞത് വീട്ടിലേക്കാണ് വരില്ല എന്ന് പറഞ്ഞു. അന്ന് പോയതാണ് ഞാൻ അവരുടെ വീട്ടിൽ. പിന്നെ വിളിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ വീട്ടിൽ യാതൊരു കാര്യങ്ങളും മാഡം എന്നെ അറിയിക്കാറുള്ള ഒരു കാര്യങ്ങൾ. ഞാനും വരും, എത്ര തെറ്റ് ഞാൻ ചെയ്തോട്ടെ. ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ ഇതുവരെ ഞാൻ ജീവിതങ്ങൾക്ക് മാറ്റി എൻ്റെ പുതിയൊരു ജീവിതം ജീവിക്കാൻ വേണ്ടി ചെന്ന് വിളിച്ചത്. എൻ്റെ കുട്ടീനെ എൻ്റെ ഭാര്യ എനിക്ക് വേണമെന്ന് വെച്ചിട്ട് അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുവർക്കില്ല. ഇത്രയും കാലം വേണ്ടായിരുന്നു. പെട്ടെന്ന് തോന്നിയാണോ? പെട്ടെന്ന് തോന്നിയതല്ല. ഞാൻ എന്നെ 1 വർഷമായിട്ട് ഇങ്ങനെ അച്ഛനും സുഖമില്ലാണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ശരി നീ ആ തിരുപ്പൂർ നിൽക്കണ്ട. കുട്ടിയുടെ 5 വർഷം ഒന്നും നോക്കിയിട്ടില്ല എന്ന് പറയുന്നു. ഇല്ല, തീർച്ചയായും ഞാൻ വരാറുണ്ട്, പോകാറുണ്ട്. ചിലവരൊന്നും കൊടുക്കാറില്ല. ചിലവർ വീട്ടിൽ പൈസ ചോദിച്ചു നോക്കാം. അമ്മ അച്ഛനും ഇവിടെ ഉണ്ട്. ഒരു കുറവും ഞാൻ സമ്പാദിക്കുന്ന പൈസ കൊണ്ടാണല്ലോ. അവിടെ വേറെ വരുമാനം പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചു. അമ്മ കൂലിപ്പണിക്ക് പോകുന്നുണ്ട്, വേറെ വരുമാനം. ഞാൻ വരും പൈസ കൊടുക്കാറുണ്ട് സാർ. അച്ഛനും അമ്മയും താഴെ ഉണ്ട്, അവർ പറയട്ടെ. ഒന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചെന്നേ. കല്യാണം കഴിഞ്ഞ നിങ്ങൾ ഇടുക്കിയിൽ വന്ന് താമസമാക്കി 3 മാസം വരെ വളരെ സന്തോഷമായിട്ടാണ് ജീവിച്ചെന്ന് പറഞ്ഞു ഗിരിജ. വളരെ സന്തോഷമായിരുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ വരുമാനം മതിയാവുമോ? നമുക്ക് കുറച്ചുകൂടെ ഒരു വരുമാനമുള്ളൊരു ജോലി വേണ്ടേന്ന് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് വളരെ മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് ഗിരിജ പറയുന്നത്. കടം ഒരു 3 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു മാഡം. ഇത് ഒരാൾ ഞാൻ തന്നെ വേണ്ടേ. പെങ്ങന്മാർ ഞാൻ ഒരാളാണായിട്ട്. അച്ഛനെ കൊണ്ട് ആവണില്ല, അമ്മേനെ കൊണ്ട് ആവണില്ല. ഇവർമാരെ കല്യാണം, കുട്ടികളുടെ പ്രസവം, കുട്ടികൾക്ക് 28 കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ വേണം നോക്കാൻ. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാ കാര്യം ഞാൻ ചെയ്യണം. എന്നിട്ടും ഇവർ ഈ പ്രസവത്തിന് ഗിരിജയുടെ പ്രസവത്തിൻ്റെ സമയത്ത് ഞാൻ അവിടെ പോയി ആശുപത്രി നിന്നിട്ട് അവർ
പറഞ്ഞ് പ്രസവത്തിന് വന്നില്ല, പിടിച്ചില്ല, കാശ് ചിലവാക്കിയില്ല. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാം മാഡം, എന്നെ ഒരു മൂന്നാം തരം അവരുടെ ഒരു വരുമാനമായിട്ട് എന്നെ അവർ കണക്കാക്കാറില്ല. എൻ്റെ ഇന്നും താഴ്ത്തി കെട്ടി സംസാരിക്കുള്ള അവരോട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ, ഒരു കല്യാണ ഫോട്ടോ അവർ വീട്ടിൽ ഭിത്തിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേഷൻ്റെ കേസും കഴിഞ്ഞ് ഞാനോട് ചെല്ലുമ്പോൾ ആ ഫോട്ടോ അവരെടുത്ത് മാറ്റിയിട്ട് ആ നടിക്കേണ്ട ചേച്ചിയുണ്ടല്ലോ, ആ ചേച്ചിയുടെ ഭർത്താവിൻ്റെ മാത്രം ഫോട്ടോ ഭിത്തിയിൽ വെച്ചിരിക്കുന്നു. എൻ്റെ ഫോട്ടോ ഇല്ല, അവിടെ നിന്ന് എടുത്ത് മാറ്റിയവർ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നവർ. പല കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് ഫോൺ ചെയ്ത് എന്നോട് സംസാരിക്കില്ല അവർ, മകളുടെ അടുത്ത് സംസാരിച്ചിട്ട് ഫോൺ വയ്ക്കും. ഞാനൊരു വരുമാനമാണല്ലോ, എത്ര തരം തട്ടവനായിക്കോട്ടെ ആണല്ലോ. ഞാൻ ഒരു ചെയ്തൊക്കെ കൂട്ടിയിട്ട് ഒരു മദ്യപാനി, ഒരു അങ്ങനെ യാതൊരു പെൺകുട്ടി അങ്ങനെ യാതൊരു ചെയ്ത് ഞാൻ പോകുന്നില്ല. ആ നാട്ടിൽ നിന്ന് അന്വേഷിച്ചാൽ അറിയാം. എന്നിട്ട് ഇവർ എന്തുകൊണ്ട് എന്നെ അവിടെ, എനിക്ക് പണം കാശില്ല, അവർ എങ്ങനെ എന്ത് തരത്തിലുള്ള ജീവിതം പ്രതീക്ഷിച്ച് എനിക്കറിയില്ല. ആ ജീവിതം കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ള വേദന എനിക്കിന്നും മനസ്സിലുണ്ട്. അതെല്ലാം തെറ്റുകളും തിരുത്തിയാണ് ഞാൻ വീണ്ടും ഇന്നിപ്പോൾ ഇവിടെ വന്നില്ലെങ്കിൽ ഈ ആഴ്ച ഞങ്ങൾ ഞങ്ങളുടെ SNDP സായം വിളിച്ച് ഞങ്ങൾ പോകായിരുന്നതാണ്. അതിനാണ് മാമനൊക്കെ വിളിച്ചു വരുത്തിയത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വിളി വരുന്നതും ശരി അതിനു വേണ്ടി പോകേണ്ട, ദൈവം നമുക്ക് ഇതിന് വഴി കാണിച്ചിട്ട് അങ്ങനെ ആകട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വന്നതാണ്. ഇപ്പൊ ഇത് ഗിരിജ എന്ന് പറയുന്നത്, ഗിരിജയ്ക്ക് വേറെ പരാതികളൊന്നുമില്ല സനീഷ്. വേറെ എങ്ങനെ സനീഷിനെ കുറിച്ച് സനീഷ് മോശപ്പെട്ട ആളാണെന്നോ, വൃത്തികെട്ട വാക്കുകൾ സംസാരിക്കുക, അല്ല വൃത്തി ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള ഒന്നും ഇല്ല, അതൊന്നും പറഞ്ഞില്ലല്ലോ ഇന്ന് വരെ. നമ്മൾ ശരിക്കും ലവ്മാരായിരുന്നു, ശരിക്കും ഒരു കൂട്ടുകാരായിരുന്നു 2-3 മാസം. ഇപ്പോഴും ഫോൺ ചെയ്താൽ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു, കൂട്ടുകാരെങ്കിലും സംസാരിക്കാറില്ല. ഇടയ്ക്ക് എന്തുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ വന്നു എന്നറിയില്ല. പക്ഷെ ആ തെറ്റുകളൊക്കെ എൻ്റെ തെറ്റിനെ മനസ്സിലാക്കി ഞാൻ ഒരു പുതിയ ജീവിതം ജീവിക്കാൻ വേണ്ടിയാണ് അന്നും ഇന്നും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ല ഇത് ഇപ്പം സനീഷിന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അകൽച്ച നിങ്ങൾ തങ്ങൾ കാര്യമായിട്ടുണ്ടായിരുന്നു. ഒരു സനീഷ് കാരണക്കാരനായിരുന്നു എന്നുള്ളതിന്റെ ആ തെറ്റുകൾ മനസ്സിലാക്കും. തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നു. അത് അപ്പൊ ഗിരിജയെ സംബന്ധിച്ചിടത്തോളം ഗിരിജയ്ക്ക് സനീഷിന്റെ അച്ഛനും അമ്മയെ കുറിച്ച് ഒരു മോശം അഭിപ്രായമില്ല. അവർ അങ്ങേയറ്റ സ്നേഹമായിട്ട് നോക്കുന്നവരാണ്. സനീഷും വളരെ സ്നേഹമായിട്ട് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഒരു കുഴപ്പമില്ല. നിങ്ങൾ വീട്ടിൽ വന്ന് പെണ്ണ് ആലോചിച്ചതിന് ശേഷമാണ് നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് തുടങ്ങിയത്. തീർച്ചയായും അവിടെ വെച്ച് ഞങ്ങൾ ചെറിയ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നേരിട്ട് വീട്ടിൽ പെണ്ണ് ആലോചിച്ചു. പിന്നെ അവരുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നും കണ്ടു. വന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ട് വിടാണ്ട് പോയി. അപ്പം ഞാൻ വൈകിട്ട് ഫോൺ ചെയ്ത് ഇവരൊക്കെ വന്നതിന് പോയതിന് ശേഷമാണ് ഫോൺ ചെയ്ത് സംസാരിക്കാൻ ഗിരിജ ഫോൺ ചെയ്ത് വന്ന ആൾക്കാർക്കും പിടിച്ചിട്ടില്ല, മോളെ പിടിക്കാണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അവർ അങ്ങോട്ട് വന്നിട്ട് പിടിച്ചില്ല എന്തെങ്കിലും പറയുന്നത്, നീ വേറെ കല്യാണം സമ്മതിക്കണം എന്നുള്ള വാക്ക് ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ സാക്ഷ്യം പറയുന്നു. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പെൺകുട്ടിയുടെ അടുത്ത്. ഇന്നത്തെ പെൺകുട്ടിയോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതും പറഞ്ഞു. ഇതൊന്നും എന്നോട് സ്നേഹിച്ചിരിക്കുന്ന കാര്യം പറഞ്ഞ് മരത്തിൻ്റെ ചുവട്ടിലാണ് ഞാൻ വന്ന് നിങ്ങളോട് താമസിച്ചതെന്ന് പറഞ്ഞ വ്യക്തിയാണിത്. ഇന്ന് എൻ്റെ മാമൻ്റെ അവൻ ഇന്നും ആ ഡയലോഗിൻ്റെ അടുത്ത് പറയും. അന്ന് എൻ്റെ ഭാര്യ അങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് പോയി ആയിക്കോട്ടെ. ഞാനിപ്പോഴും ഞാൻ പറഞ്ഞത് കുന്നും മലയാണ്. ഞാൻ ഇപ്പോൾ സംബന്ധിച്ച് എൻ്റെ തെരുവിൽ മനസ്സിലായി നാട്ടുമ്പുറത്തുള്ള പെൺകുട്ടിയോടെ താമസിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ട്. ഇപ്പോഴും ഞാൻ അങ്ങനൊന്നുമില്ല സനീഷ്, അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുമ്പുറത്തെ പെൺകുട്ടികളോ ടൗണിലെ പെൺകുട്ടികളോ അങ്ങനൊന്നുമില്ല. ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും സ്നേഹമുള്ളവരാണെങ്കിൽ ഏത് കാട്ടിൽ താമസിക്കുന്നതാണെങ്കിലും പെണ്ണിന് സന്തോഷം തന്നെ. പക്ഷെ ഗിരിജ ലവ് മാരേജ് ആണ് എന്ന് പറഞ്ഞില്ല. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ തമ്മിൽ അടുപ്പവും കാര്യങ്ങളും. പക്ഷെ അത്രയും മാനസികമായിട്ട് നിങ്ങൾ അടുപ്പമായി കല്യാണം കഴിച്ചിട്ട് ഒരു 3 മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഈ ഒരു വാക്കിന്റെ പേരിൽ സനീഷ് ആ കുട്ടിയുമായിട്ട് അകന്നത് എന്ന് പറഞ്ഞത് ഒരു വലിയ ഒരു വിഷമമായിപ്പോയി. പിന്നെ ഒരു 6 വർഷം ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവിൻ്റെ യാതൊരു തരത്തിലുള്ള സ്നേഹമായിട്ടുള്ള ഒരു സാന്നിധ്യമോ സാമീപ്യമോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു ഭാര്യയ്ക്ക് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ എന്ത് ചെയ്യണം? മനസ്സിലാക്കുന്നു മാഡം. എൻ്റെ തെറ്റുകൾ പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായും മനസ്സിലാക്കുന്നു. ആ തെറ്റുകളെല്ലാം തിരുത്തി ഞാൻ പുതിയ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗിരിജയ്ക്ക് സമാധാനം ഇനിയുള്ള എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്റെ ഇതിപ്പോ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. അവരുടെ ഭാഗത്ത് നിന്ന് എന്താ പറ്റുന്ന വെച്ചപ്പോ സനീഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഉത്തരവാദിത്വമായിട്ട് ആ കുട്ടിയെ നല്ല രീതിയിൽ പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് അയക്കാൻ ആ വീട്ടിൽ ആരുമില്ല. ആ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ആ കുട്ടിക്ക് അത്രയധികം ഒരു പക്വത, കുറെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും നാളെ ഒരു ദീർഘദൂരമായിട്ടുള്ളൊരു ജീവിതം മുമ്പോട്ട് കിടക്കുന്നു. ആ കുട്ടിയുടെ ഒരു മകനുണ്ട്, ഇനിയും നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. തീർച്ചയായും. അപ്പൊ അങ്ങനെയുള്ളൊരു ജീവിതത്തെ കുറിച്ച് അതിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ കോംപ്രമൈസ് ചെയ്ത് നിങ്ങളെ സ്വരുക്കൂട്ടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ആ കുടുംബത്തിൽ ആരുമില്ല. കാരണം അവരതിനൊക്കെ ചെലവ് കാര്യങ്ങൾ എല്ലാം സാമ്പത്തികമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുക. ഗിരിജയുടെ ഭാഗത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ 100% ന്യായമായ കാര്യങ്ങളാണ്. അതിനകത്ത് ഒരു അന്യായമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല. വെറുതെ എൻ്റെ ഭർത്താവിന് ചിലപ്പം വേറെ വല്ല ബന്ധങ്ങളും കാണുമായിരിക്കും, വേറെ വല്ല ധൂർത്തടിക്കുന്നു, അങ്ങനെ ഒന്നും ആ കുട്ടി പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല എന്താ ചെയ്യുന്നതെന്ന്, കടം എന്തിനു വാങ്ങിക്കുന്നു ഇപ്പോൾ ഒരു ഭാര്യയ്ക്ക് അറിയണ്ടേ? അറിഞ്ഞാലേ അറിയാൻ പറ്റും. നിങ്ങളുടെ മനസ്സിനകത്ത് എല്ലാം കാണുമായിരിക്കും. എന്തിന് കടം വാങ്ങിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല മേഡം. അപ്പോൾ വീട് വയ്ക്കുന്ന സമയമായപ്പോൾ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാം പങ്കുവച്ചു. അല്ലാതെ ഞാൻ ദാനം ചെയ്തു എന്നല്ല പറഞ്ഞു. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കോപ്പറേറ്റ് ചെയ്തു. പിന്നെ എവിടെ പോകുന്നു, എന്താ ചെയ്യുന്നത്, ഇത് ഇങ്ങനെയുള്ള യാതൊന്നും അറിയാതെ അച്ഛനും അമ്മയും നിങ്ങളുടെ അച്ഛനും അമ്മയും സ്നേഹിച്ചുകൊണ്ട് മാത്രം ഒരു ഭാര്യയ്ക്ക് കാര്യമാകും. നിങ്ങൾ എത്ര അകലെ ഇരുന്നാലും നിങ്ങളെ വിളിച്ച് സ്നേഹമായിട്ട് 2 വാക്ക് പറഞ്ഞെങ്കിലേ മനസ്സിലൊരു സമാധാനമുള്ളൂ. അതിനെയൊക്കെക്കാൾ ഉപരി
പലപ്പോഴും പല ബന്ധങ്ങളിലും എന്തുകൊണ്ടാണ് ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് പീഡനങ്ങൾ ഉണ്ടായാൽ പോലും ഭാര്യമാർ സഹിക്കുന്നതിന്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതും ഉണ്ടായിട്ടില്ല. അതൊരു ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തോ, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി കാണാം, അവർക്ക് വിഷമം ഉണ്ടാവും. കാരണം എന്തിനു വേണ്ടിയാണ് അദ്ദേഹം കടം വാങ്ങിക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാൻ വയ്യാതെ ഞാൻ പറഞ്ഞത് തെറ്റായി പോയിട്ടുണ്ടാവാം. പക്ഷെ എൻ്റെ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു? എൻ്റെ മുമ്പിൽ തമാശനാണെങ്കിലും ഈ ഗിരിജ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചു നോക്ക്, നമുക്ക് ഈ പപ്പനെ വേണ്ട, വേറെ പപ്പനെ വില കൊടുത്ത് വാങ്ങിക്കാം. ഞാൻ ചെന്ന് ഞാൻ മകൻ എൻ്റെ അടുത്ത് സ്നേഹത്തെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു, ഈ പപ്പ നമുക്ക് ഈ പപ്പ ചീത്തയാണ്, എങ്ങനെയൊക്കെ ഒരു മകൻ്റെ ഒരു കൊച്ചു കുട്ടി ഈ കഴിഞ്ഞ പ്രാവശ്യം കേസും പ്രശ്നങ്ങളും കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴേ ഗിരിജ കുട്ടിയോട് പറയാം, കേസ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ വേറെ സങ്കീർണ്ണം. ഞങ്ങളുടെ വീട്ടിലേക്കും കൊച്ചിനോട് സ്നേഹക്കുറവൊന്നും ഇല്ലായിരുന്നു മാഡം. ഞങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ സ്നേഹക്കുറവില്ല. നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് വരുന്നു, 12 മണിയോടെ അവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ പോയി ആഹാരവും കഴിച്ച് കുളിച്ച് റെഡിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ വരുന്നു, ചുമ്മാ കുറച്ചു നേരം നിന്ന് സംസാരിക്കുന്നു, നേരെ പോകുന്നു. അതാണോ ഒരു കുടുംബത്തിൽ? അങ്ങനെയൊന്നും അല്ല മേഡം, സാഹചര്യം അതെന്തോ. പക്ഷെ രാവിലെ കൊണ്ട് വൈകിട്ട് പോയിക്കൊണ്ട് ഇടയ്ക്ക് പോകുമായിരുന്നു. പിന്നെ ഞാൻ വന്ന് വീട്ടിൽ നിൽക്കാറുണ്ട്, എന്നിട്ടൊക്കെ 2 ദിവസം 3 ദിവസം നിൽക്കാറുണ്ട് വീട്ടിൽ. ആണോ ഗിരിജ? നിൽക്കാറുണ്ട്. അമ്മയുടെ സംഭവിച്ചിട്ടില്ല. അമ്മയുടെ അച്ഛനുണ്ടല്ലോ, അവർ ഞാൻ വന്നാണ് കാശ് കൊടുത്തിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അല്ല, അമ്മയും അച്ഛനും എന്നുള്ളതല്ല. ഇപ്പൊ ആ കുട്ടി അറിവായി അതിനെ നമ്മളിപ്പോ പൊടിക്കൊച്ചിന്റെ അടുത്ത് നമ്മൾ ഇതൊക്കെ ചോദിച്ചിരിക്കുന്നത് ശരിയാണോ മോനെ? വീട് പണിയുടെ സമയത്താണെങ്കിലും 2-3 മാസത്തേക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അല്ല, വീട് പണിയുടെ സമയത്ത് നിങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. വീട് പണിയുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ അവിടെ നിന്ന് ഈ പ്രശ്നം കഴിഞ്ഞ് പോയി പിന്നെ ഏറ്റുമാനൂരിൽ നിന്ന് നിങ്ങൾ നേരെ തിരുപ്പൂരോട്ട് പോയി. ഭാര്യയോട് പറഞ്ഞിട്ടില്ല ഞാൻ ഏറ്റുമാനൂർ പിന്നെ ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ് തിരുപ്പൂരെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ട്, എല്ലാം സർവസ്വവും ആ കൂട്ടുകാരനിൽ അർപ്പിച്ച് നിങ്ങൾ അയാളുടെ കൂടെ അങ്ങ് താമസിക്കുകയാണ്. അയാൾ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നു. ചെറുപ്പക്കാരി ഭാര്യയും ഒരു കൊച്ചും പ്രായമായ 2 പേരുള്ളിടത്ത് വേറൊരുത്തൻ ആ വീട്ടിൽ വന്ന് താമസിക്കേണ്ട യാതൊരു കാര്യമില്ല. ഉണ്ടോ? ഒരു സാമാന്യ ബോധമുള്ളൊരു ഭർത്താവ് നിർത്തുകയേ ഇല്ല. അപ്പൊ അയാൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായതുകൊണ്ടാണ് അയാളെ നിർത്തിയത്. അയാൾ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന ഒരുത്തനല്ല. അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് തോന്നിയതുകൊണ്ട് നിങ്ങൾ നിർത്തി. അച്ഛനെയും അമ്മയും ഒക്കെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുക, അത് തന്നെ ഒരു ശരിയായ രീതി. അതൊരു ഭാര്യയെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും സനീഷ്. ഒന്നാമത്തെ കാര്യം, എന്നേക്കാൾ കൂടുതൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടുതൽ സമയവും അപഹരിച്ച് വെച്ചിരിക്കുന്ന ഒരുത്തൻ അവൻ്റെ കൂടെ ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ച ഒരു ഭർത്താവ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഭാര്യ ഉള്ളപ്പം അയാളുടെ ഒരു ഭാര്യയുടെ എല്ലാ സ്ഥാനങ്ങളും സ്നേഹവും ഒന്നിച്ച് താമസിക്കുന്ന ഒരുത്തൻ എന്ന് പറയുമ്പോൾ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇറിറ്റേഷനാണ്. ഒരു കാര്യമില്ല, സ്വന്തം സഹോദരനെ പോലെ കണക്കാക്കുന്ന നിങ്ങൾക്ക് സമ്പത്തൊക്കെ തരുന്നൊരു മനുഷ്യൻ ആയിക്കോട്ടെ, എന്നാൽ പോലും ഒരു ഭാര്യയ്ക്ക് ഇറിറ്റേറ്റഡ് ആവും. ഇതൊക്കെ ഇവിടെ വളരെ സാധാരണ. പക്ഷെ അതല്ലെങ്കിൽ പിന്നെ അത്രയും ഇങ്ങനെ വലിയ വിദ്യാഭ്യാസവും ഇങ്ങനെ അങ്ങനെയൊക്കെ വെച്ചിട്ട് കുഴപ്പമില്ല, ദേ ആർ ജസ്റ്റ് ഫ്രണ്ട്സ്, അവരൊന്നിച്ച് കഴിഞ്ഞോട്ടെ, ഞാൻ ഫ്രണ്ട്, ഇങ്ങനെയൊക്കെ വെക്കുന്ന ഭാര്യമാരായിരിക്കണം. നിങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞിനെ വളർത്തുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ ഇറിറ്റേഷനാണ്. അപ്പൊ അങ്ങനെ സ്വന്തം വീട്ടിൽ പോലും നിങ്ങളും അയാളും കൂടെ ഒരു മുറി ഒന്നിച്ച് താമസിക്കുന്നു, അവരെ കുഞ്ഞിനെയും കൊണ്ട് വേറൊരു മുറി താമസിക്കുന്നു, അച്ഛനും അമ്മയും വേറെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് മോശമല്ലേ സരീഷ്? അയാൾ ഇപ്പൊ എന്തായാലും ഒരു ഭക്തിയുടെ മാർഗത്തിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞു, സഞ്ജയ്. അപ്പൊ ആ ബാച്ചലറായിട്ട് താമസിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ബഹളവും കാര്യങ്ങളൊന്നുമില്ല. സാമ്പത്തികമായിട്ടൊക്കെ അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ച ഒരാളുമാണ്. ഒരിക്കലും മേഡം, 2 വർഷമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നില്ല, നമ്മുടെ ആ ടച്ചിൽ 2 വർഷമായിട്ട് ആ പുള്ളി ആ വഴിക്ക് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഒരു ഫോൺ വിളിച്ചു പോലും സംസാരം, അണ്ണന്റെ ജീവിതം, அண்ணோட வாழ்க்கை என்ன மாதிரினா மற்றபடி என்னோட வாழ்க்கை எந்த காரணத்தை கொண்டும் நான் இருந்தவன் உன்னோட வாழ்க்கை 4 வருஷமா போகக்கூடாதுன்னு சொல்லி அவன் 2 വർഷം ഒതുങ്ങിപ്പോയിരിക്കണം. അപ്പൊ അതിന് മുമ്പ് എന്തായാലും ആ 3 വർഷം നിങ്ങളുടെ കുടുംബത്തെ അയാൾ ശല്യം ചെയ്തിരുന്നു. നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടി, എൻ്റെ സഹോദരന്മാരെ എങ്ങനെ നോക്കി അതേ രീതിക്ക് എൻ്റെ കൂടെ അവരുണ്ടായിരുന്നു. എന്നിട്ട് അവന് തന്നെ മനസ്സിലായി, വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 1 വർഷം മുമ്പ് എന്തോ മോശമായിട്ട് ആരോ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് അന്നേ അവൻ നിർത്തി, ഇനിമേൽ നിൻ്റെ കൂടെ നിൽക്കുന്നു, ഞാൻ ചെയ്ത സഹായങ്ങളൊക്കെ ഞാൻ എത്രയോ ഞാൻ അത് അനാഥാലയത്തിൽ ചെയ്താൽ വിചാരിച്ച് വിട്ടോളാം, എത്രയോ സഹായം ഞാൻ ചെയ്തു, അതൊന്നും എനിക്കും തരണ്ട, നീ പോയി നിൻ്റെ ഭാര്യയുടെ കുട്ടീനോട് സന്തോഷമായിട്ട് ജീവിക്കുന്നു പറഞ്ഞിട്ട് അന്ന് പോയി 2 വർഷമായിട്ട് അവരുടെ കൂടെ നിൽക്കുകയാണ്. ഒരു പ്രശ്നം, നമുക്ക് വീട്ടിലേക്ക് വരുന്നൊന്നുമില്ല, യാതൊരു ടച്ചുമില്ല നമ്മൾ.
അപ്പം അതൊന്നും എടുത്ത് ഞാൻ ചിലവാക്കാറില്ല. സാധാ ഗിരിജിക്ക് അറിയാം, അച്ഛനാണ് വലിയ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സുഖമില്ലാണ്ട്. ഇത്രയും കാലം നിങ്ങൾക്ക് മാറാൻ തോന്നിയിട്ടില്ല. ഇപ്പോൾ 1 വർഷമായിട്ട് ഇവിടെ ഉണ്ടല്ലോ. അതെ, ഇതുവരെ മാറിയിട്ടില്ല. വീടെടുക്കാൻ പൈസ ഇല്ല. 1 വർഷമായിട്ട് ഇവിടെ ഞാൻ നാട്ടിലാണ് സാർ. ഇപ്പം ഈ കഴിഞ്ഞ ദീപാവലിയുടെ 2 ദിവസം മുമ്പാണ് ഞാൻ നാട്ടിൽ പോയി തീർത്ത് അവിടെ നിന്നെല്ലാം സെറ്റിൽ ചെയ്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരാഴ്ചക്കൊക്കെ നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അവിടെ ആരും അന്വേഷിച്ചില്ല. അവിടെ നിന്ന് അവിടെ നിന്ന് ആരും അന്വേഷിച്ചില്ല. അവിടെ കാര്യങ്ങളൊക്കെ ഓരോ സെറ്റിലാക്കി. ഫോണിൽ വിളിച്ചാരൊക്കെ പൈസ കടം വാങ്ങിച്ച കാര്യമൊക്കെ പറയാറുണ്ട്. പൈസ കടം വാങ്ങിച്ച അതൊക്കെ കുറച്ച് കുറച്ച് ഞാൻ ഇപ്പോൾ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫോൺ ചെയ്ത് ഇവിടെയാണെങ്കിലും കുറച്ച് കുറച്ചാണെങ്കിൽ പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ കുടുംബമായിട്ട് ജീവിക്കാനുള്ള അതിൻ്റെ പേരിലും ജീവിതം നശിക്കാൻ പാടില്ല. കുറച്ച് കുറച്ച് ഞാൻ പറയുന്ന പോലെ അനുസരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. നേരത്തെയും കടം ഉണ്ടായിരുന്നു, അപ്പോഴും കുടുംബമില്ല. ഇപ്പോഴും കടമുണ്ട്, കുടുംബം വേണം. തീർച്ചയായും. ഇനി എത്ര വരും സനീഷ്? ഒരു ഏകദേശം ഒരു കട എത്ര വരുമായിരിക്കും? ഇനി ഒരു 1 ലക്ഷം രൂപ ഉണ്ടാവും. 1 ലക്ഷം രൂപയ്ക്കകത്തുള്ള കടമുണ്ട്. അതിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ ജോലി ചെയ്യുകയാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം അല്ലേ ഗിരിജ? അങ്ങനെ നോക്കാനും നിങ്ങളുടെ ഈ കടം തീർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കടം ഞാൻ ഇനി ഒരിക്കലും കുടുംബബന്ധമായിട്ട് വലിച്ചടക്കലും മേഡം. എന്തോ കടം ഇപ്പോൾ ഉള്ള കടം ഒരിക്കലും ഞങ്ങളുടെ കുടുംബബന്ധമായിട്ട് ഞാൻ ഒരിക്കലും വലിച്ചടക്കുക. അത് ഞാൻ രീതിയിൽ കുറച്ച് കുറച്ച് ഞാൻ കെട്ടിക്കും. ആർക്കെങ്കിലും നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ കടം വാങ്ങിച്ചു എന്നും പറഞ്ഞു ഒരുപാട് പേര് വന്ന് ആ പെണ്ണിന്റെ മുമ്പിൽ നിന്ന് അവളെന്ത് ചെയ്യും? ഇല്ല. എല്ലാ കാര്യങ്ങളും ഒരു ബുക്ക് എടുത്ത് വെച്ച് എഴുതി ആ കുട്ടിയുടെ കൊടുക്കണം. അതിന് ആളിന് ഇത്ര കൊടുക്കാനുള്ളൂ, ഞാൻ ഇത്രയും കൊടുത്തു. അത് എപ്പോഴും കുറെ കൂടെ നമ്മൾ സുതാര്യമായിട്ടുള്ള ഒരു ഇടപാടുകൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ സംശയങ്ങൾ വരാതിരിക്കും. മനസ്സിലായില്ലേ? നമുക്ക് സനീഷിന്റെ അച്ഛനെ അമ്മയും വിളിക്കാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, സനീഷിന്റെ അമ്മയോട് ചോദിക്കുക, നിങ്ങൾ അത് ചോദിച്ചിട്ടില്ലേ ഒരിക്കലെങ്കിലും? എന്തു വെച്ച് ഇത്രയും ഇവര് തങ്ങളിൽ മാനസികമായിട്ട് ഒട്ടും ഒരു അടുപ്പത്തിലല്ല എന്നുള്ളതേ? ഞാൻ പറയാറുണ്ട്, താമസിച്ച് വരുമ്പോൾ അങ്ങനെ 2 ദിവസമൊക്കെ വീട്ടിൽ നിന്നിട്ട് പോകണം എന്നൊക്കെ. അന്നേരം പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് ഇച്ചിരി കടബാധ്യതയൊക്കെ വന്നായിരുന്നു. അതുകൊണ്ട് നിൽക്കാൻ സമയമില്ലെന്നും പറഞ്ഞ് വന്നിട്ട് അങ്ങ് പോകാറാണ് പതിവുള്ളത്. 1 ദിവസമൊക്കെ നിന്നിട്ട് അങ്ങ് പോകും. പക്ഷേ അന്നേരം വീട്ടിൽ വരുമ്പം സാധാരണ ഈ കല്യാണം കഴിച്ചിട്ട് അധികം വീട്ടിൽ നിന്നിട്ടില്ല പെണ്ണ് എപ്പോഴും തന്നെ വീട്ടിൽ പോയാൽ കുറേ കഴിഞ്ഞൊക്കെ വീട്ടിൽ വരുള്ളൂ. ഇപ്പം വരുന്ന സമയത്തൊന്നും വീട്ടിലില്ല. വീട്ടിൽ പോയാൽ 2-3 മാസമൊക്കെ കഴിഞ്ഞ് വരുള്ളൂ. ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴാണേലും എന്നോട് ചോദിച്ചു. എന്നോട് മാത്രമേ ചോദിച്ചുള്ളൂ, അച്ഛനോടും ചോദിച്ചില്ല, അവനോടും ചോദിച്ചില്ല. ആങ്ങളെ വീട്ടിൽ വരും, ചേച്ചിക്ക് ഒരു ഓപ്പറേഷനാണ് തൊണ്ടയ്ക്ക്, അതിന് തിരുവനന്തപുരത്തിന് പോകും. അതുകൊണ്ട് 3 വയസ്സായ ഒരു കൊച്ചുണ്ട്, ആ കൊച്ചിനെ ഞാൻ നോക്കണം. ഈ കൊച്ചിന് 3 വയസ്സുള്ളൂ. അത് കഴിഞ്ഞ് ചേച്ചീനെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലോട്ട് കൊണ്ടുവരുമ്പം ഞാൻ വന്നേക്കാം അത്രയും പറഞ്ഞാച്ചാ പോയത്. പിന്നെ വിളിച്ചുമില്ല. ഞാൻ വിളിക്കുമ്പോഴൊന്നും ഫോൺ എടുക്കാറുമില്ല. 3 വർഷം ഈ പെൺകുട്ടി അവിടെ താമസിച്ചു. ഈ ഭാര്യയും ഭർത്താവും തങ്ങളിൽ യാതൊരു തരത്തിലുള്ള മാനസികമായിട്ടോ ശാരീരികമായിട്ടുള്ള ബന്ധമേ ഇല്ലാതെയാണ് അവിടെ താമസിക്കുന്നതെന്നുള്ളത് നമ്മൾ സ്ത്രീകളല്ലേ, നമുക്ക് മനസ്സിലാകത്തില്ലേ? അങ്ങനെ അടുപ്പക്കുറവായിട്ട് ജീവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവർ അവിടെ ജീവിച്ചപ്പോഴൊക്കെ സന്തോഷത്തോടെയൊക്കെയാണ് ജീവിച്ചേ പോകുന്നത്, ഞാൻ കണ്ടിട്ടുള്ളൂ. എവിടെ ഈ പ്രസവം കഴിഞ്ഞ് തിരിച്ചു ചെന്നതിന് ശേഷം ഇയാൾ തിരുപ്പൂര് പോയതിന് ശേഷം പിന്നെ എത്ര നാൾ ഇവർ തങ്ങളെ ഒരുമിച്ച് താമസിച്ച് സന്തോഷമായിട്ട് നിങ്ങൾ കണ്ടു?